കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ PM-ശ്രീ നടപ്പിലാക്കിയതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇന്നലെ സതീശൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല. ഇത് കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടാണ് വിദ്യാഭ്യാസം. കോൺഗ്രസ് അതിശക്തമായി ഈ PM-ശ്രീ പദ്ധതിയുടെ വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നതിനെ അതിശക്തിയായി എതിർത്തിട്ടുള്ള പാർട്ടിയാണ് നേരത്തെ മുതൽ തന്നെ. ഇനി ഇതിനെ കുറിച്ച് ഇന്ന് മനോരമ പറഞ്ഞത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. PM-ശ്രീ മടിച്ചു നിൽക്കാതെ കോൺഗ്രസ് സർക്കാരുകൾ. കോൺഗ്രസ് ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങളും PM-ശ്രീ പദ്ധതിയുടെ ഭാഗമാണ്. BJP ഭരിക്കുമ്പോഴായിരുന്നു കർണാടക PM-ശ്രീയുടെ ഭാഗമായത്. അന്ന് കോൺഗ്രസ് ഭരിച്ചിരുന്ന രാജസ്ഥാൻ അടക്കം 12 സംസ്ഥാനങ്ങളും 2022 ഒക്ടോബർ 28 പദ്ധതിയുടെ ഭാഗമാകാൻ കരാറൊപ്പു. കോൺഗ്രസ് ഭരിച്ച ഛത്തീസ്ഗഡ് ഈ ഘട്ടത്തിൽ പദ്ധതിയിൽ ചേർന്നിരുന്നില്ല. ഭൂപേഷ് ബാഗലിന് കീഴിലുള്ള കോൺഗ്രസ് സർക്കാരിന് പിന്നീട് മനം മാറി 2023 ജനുവരിയിൽ കരാറൊപ്പു. ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് സർക്കാർ 2023 മാർച്ച് 1 പദ്ധതിയുടെ ഭാഗമാകാൻ തീരുമാനിച്ചത്. 4 സർക്കാരുമായി ധാരണാപത്രമായി. 2023 ഡിസംബറിൽ കോൺഗ്രസ് ആധികാരിക ജയം നേടി അധികാരത്തിലെത്തിയതിന് തൊട്ടു പിന്നാലെ തെലങ്കാനയിലെ രേവന്ത് റെഡ്ഡി സർക്കാരും പദ്ധതിയുടെ ഭാഗമായി. അതായത് ഇപ്പോൾ കാണിക്കുന്ന ഈ ബഹളങ്ങളൊന്നും കോൺഗ്രസ് നടപ്പിലാക്കിയപ്പോൾ ഉണ്ടായില്ല എന്ന് സാരം. ആധികാരിക വിജയം നേടിയ തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി പോലും ആദ്യം ചെയ്തത് ഈ ധാരണാപത്രം ഒപ്പിടലായിരുന്നു. സതീശൻ നുണ പറഞ്ഞതാണെന്ന് വ്യക്തം. താളമടിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് പുറത്തിറങ്ങി വന്നിരുന്ന് അടിക്കരുത്. മനോരമയ്ക്ക് പോലും പറയേണ്ടി വന്നു, കോൺഗ്രസ് സർക്കാരുകൾ കണ്ണും പൂട്ടിയാണ് ഈ കരാറിൽ ഒപ്പിട്ടത്.